പരിചയമായോ ഇന്നലെ വന്ന ടീച്ചേഴ്സിനൊക്കെ? കുഴപ്പമില്ല. പരിചയമായി. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാലോ അല്ലേ? ക്ലിയർ അല്ലേ എല്ലാം? ഓക്കെ. സോ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്തൊക്കെയാ നടന്നതെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ക്ലാസ് എടുക്കാനുള്ളൊക്കെ നടന്നു തോന്നുന്നു അല്ലേ? എങ്ങനെ എടുക്കാന്നുള്ള കാര്യങ്ങളൊക്കെ. അത് പറഞ്ഞോണ്ടിരിക്കാൻ. ഓക്കെ. എന്തൊക്കെ നിങ്ങൾ പഠിച്ചു എന്നുള്ളതൊന്ന് പറയാവോ? ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ റെക്കോർഡ് ചെയ്യേണ്ടത്, അതുപോലെ പിന്നെ സ്ക്രീൻ ഷെയറിങ്, പിന്നെ സ്ലൈഡിൽ എങ്ങനെയാണ് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പിന്നെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്, ആഡ് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഓക്കെ, ശരി. 2 ക്ലാസ് തന്നിട്ടില്ലേ മലയാളത്തിന്റെ? അതെ. ഓക്കെ. എനിക്ക് തോന്നുന്നു ഷൈന മാം ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാവോ? ഓക്കെ. നിങ്ങളുടെ ക്ലാസ്സിലേക്ക് ഒന്ന് എൻ്റർ ചെയ്യൂ കേട്ടോ. അങ്ങനെയല്ലേ പറഞ്ഞത്? ആ ക്ലാസ്സിലേക്കൊന്ന് കയറൂ. ഓക്കെ, സോ ഇതാണ് ക്ലാസ്. ഇതിൽ സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ, ഗ്രേഡ്സ്, ഇത് 4 എന്താണെന്ന് അറിയാലോ അല്ലേ? സ്ട്രീം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എന്താണോ അത് തന്നെയാണ്. ക്ലാസ് വർക്ക് എടുക്കൂ. ഓക്കെ, ഇതിൽ അസൈൻമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നറിയോ? അതൊക്കെ പറഞ്ഞായിരുന്നു. ഓക്കെ, അറിയാലോ അല്ലേ അസൈൻമെന്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്? ടൈറ്റിൽ കൊടുക്കുന്നത്, ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ ഇവിടെ ഇതൊക്കെ അറിയോ? അസൈൻ പോയിന്റ്, ഡ്യൂ ഡേറ്റ് കൊടുക്കുന്നത്, അത് ക്ലോസ് ചെയ്തോളൂ. അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ മാം പറഞ്ഞു തന്നിരുന്നു. ഇനിയിപ്പോ നമ്മള് ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇതുവരെ ഇങ്ങനെ ഒന്നും ആഡ് ചെയ്ത് ഒന്ന് കൊടുക്കുന്നില്ല. ചെയ്ത് നോക്കിക്കോളൂ, ചെയ്തോളൂ. എന്നിട്ട് പിന്നെ അപ്പുറത്ത് പോയി നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്തോളൂ. ചെയ്ത് കഴിയുമ്പം പഠിക്കും. നൈമ മാമിനും ചെയ്യാട്ടോ. അല്ല സ്ക്രീൻ അല്ല ഷെയർ ചെയ്യാണ്ട് അങ്ങനെയല്ല ഞാൻ ചെയ്തോളൂ. പറഞ്ഞത്. ആ നമുക്ക് ക്ലാസ് എടുത്തോ ഇതുവരെ അങ്ങനെ ഒരു ഇത് എക്സ്പീരിയൻസ് വരാത്തത് കൊണ്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ചെയ്താണല്ലോ ഓക്കെ ആവുള്ളൂ. അതാ ഞാൻ. കുഴപ്പമില്ല, ക്രിയേറ്റ് ചെയ്ത് നോക്കൂ. മലയാളത്തിൽ എന്തെങ്കിലും ലെറ്റേഴ്സ് എന്നോ എന്തെങ്കിലും ഒന്ന് കൊടുത്തു, ആൽഫബറ്റ്സ് എന്തെങ്കിലുമൊക്കെ അസൈൻമെന്റ്സ്.
ഓക്കെ. അപ്പം നമ്മൾ കൊടുക്കുമ്പം ഈ സ്വരാക്ഷരങ്ങൾ എന്നുള്ളതിലായിരിക്കും ടൈറ്റിലായിട്ട് വരിക. പിന്നെ താഴെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. എന്താണ് നമ്മൾ ചെയ്യാൻ കുട്ടികൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അതായിരിക്കും നമ്മൾ ഇൻസ്ട്രക്ഷനിൽ കൊടുക്കും. അത് കഴിഞ്ഞ് ഇനി ഇങ്ങോട്ട് വരുമ്പം ഇവിടെ ഇത് ഓൾ സ്റ്റുഡൻസ് എപ്പോഴും ക്ലാസ്സിൽ എല്ലാവർക്കും ആയിരിക്കുമല്ലോ നമ്മൾ കൊടുക്കുക. അത് ഓൾറെഡി അവിടെ ഓട്ടോമാറ്റിക്കലി അതെ. സെറ്റ് ആയിരിക്കും. പിന്നെ പോയിന്റ് ഇവിടെ നമുക്ക് മാറ്റാം. അതൊന്നും ഒരു 50 25 ഒക്കെ ആയിക്കോളൂ. നമുക്ക് കൊടുക്കുന്ന ആ, പിന്നെ അസൈൻമെന്റ് അനുസരിച്ച് നമുക്കത് മാറ്റം വരുത്താം. അസൈൻമെന്റ്സിനനുസരിച്ച് പോയിന്റ് മാറ്റാം. മാറ്റാം. ഇനി ഡ്യൂ ഡേറ്റ് എടുത്ത് നോക്കൂ. ഉം. അവിടെ താഴെ എല്ലാ ഓക്കെ. അപ്പം നമ്മൾ മൺഡേയിലേക്കാണ് കൊടുക്കേണ്ടതെന്നെങ്കിൽ ഇപ്പം ഇന്നിപ്പോൾ ഫ്രൈഡേ അല്ലേ, നോർമലി നമ്മൾ വർക്ക് കൊടുക്കുമ്പം ആ വർക്കിൻ്റെ ഒരു ടഫ്നെസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, എന്നത്തേക്കാണെന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യാം. ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ. അപ്പോൾ 10-ാം തീയതിയിലേക്കാണെങ്കിൽ നമ്മൾ 10-ൻ്റെ അവിടെ കൊണ്ടിട്ട് ക്ലിക്ക് ചെയ്യാം. ആ ബ്ലൂ കളർ ഉണ്ടല്ലോ 10 കാണിക്കുന്ന, അവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് പുറത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതങ്ങ് പോയിക്കോളും. കണ്ടോ, ഡ്യൂ ഡേറ്റ് വന്നു മൺഡേ ജൂൺ 10 എന്നുള്ളത്. ഇതിപ്പോൾ നമുക്ക് തോന്നുകയാണ്, അതായത് 10-ാം തീയതി കഴിഞ്ഞിട്ട് കുട്ടികൾ സബ്മിറ്റ് ഇനി ചെയ്യണ്ട. ഓക്കെ, ഇനി നമുക്ക് നോക്കാം, കാരണം അവർക്ക് ഡേറ്റ് കൊടുത്തിട്ടും ആ ഡേറ്റിന് അവർ സബ്മിറ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ ചെയ്യേണ്ട തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. അവിടെ ഒന്ന് ആ ഒരു പിന്നെ സ്ക്വയർ കണ്ടോ, അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ക്ലോസ് ചെയ്യാം. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്യാറില്ല, കാരണം കുട്ടികൾ ഓക്കെ. എന്തായാലും ഇച്ചിരിയൊക്കെ വൈകിട്ടൊക്കെ സബ്മിറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടാവും. എന്നാൽ അത് പൊതുവേ ചെയ്യാറില്ല, വേണമെങ്കിൽ ചെയ്യുകയും ചെയ്യാം. ഇനി ടോപ്പിക്കിലേക്ക് പോവാം. ടോപ്പിക് എന്നുള്ളടത്ത് ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ നമ്മളൊരു ടോപ്പിക് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ടോപ്പിക് കൊടുക്കും. ടോപ്പിക് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ ക്രിയേറ്റ് ടോപ്പിക് കൊടുക്കുക. എന്നിട്ട് ഇത് ഏതിൻ്റെ അസൈൻമെന്റ്, മിക്കവാറും ഇപ്പോൾ ഓരോ യൂണിറ്റ് വൈസ് ആയിട്ടല്ലേ ഓരോ ചാപ്റ്റേഴ്സും ഉണ്ടാവുക. അപ്പം നമ്മളവിടെ യൂണിറ്റ് 1 അസൈൻമെന്റ് എന്ന് കൊടുക്കുക. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ചാപ്റ്റർ വൈസ് മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചാപ്റ്റർ 1 അസൈൻമെന്റ് എന്ന് കൊടുക്കാം. എങ്ങനെയാണോ നിങ്ങളുടെ ബുക്ക് ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് കേട്ടോ. ഇപ്പോൾ തൽക്കാലം യൂണിറ്റ് 1 അസൈൻമെന്റ് എന്ന് കൊടുത്തോളൂ. അതൊക്കെ ഇംഗ്ലീഷിൽ കൊടുക്കാം കേട്ടോ. ചെയ്യണം. ഓക്കെ, അങ്ങനെ കൊടുത്താൽ മതി. യൂണിറ്റ് 1 അസൈൻമെന്റ് എന്ന് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അപ്ലോഡ് ചെയ്യുക. ഇപ്പം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് മെറ്റീരിയൽ ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ഇപ്പോൾ ചെയ്താലും സാധനം നമുക്ക് കിട്ടൂല. ഇനി ലിങ്ക് ആണ് കൊടുക്കുകയെങ്കിൽ അതും നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. പിന്നെ ഈ യൂട്യൂബിന് അറ്റാച്ച് എന്നുള്ള അവിടെയല്ലേ ഇത് നമ്മൾ ചെയ്യണം? ഈ അറ്റാച്ച് എന്നുള്ള ഇതിലെ കാര്യമല്ലേ മാം ഇപ്പോൾ പറയുന്നത്? അതെ അതെ ലിങ്ക് അതെ, എന്തെങ്കിലും എന്തൊക്കെ അറ്റാച്ച് ചെയ്യണ്ടോ അതെല്ലാം നമുക്ക് അറ്റാച്ച് ചെയ്യാം. ആവശ്യം അവിടെ എന്ത് മെറ്റീരിയലിനനുസരിച്ച് നമുക്ക് വേണ്ടതൊക്കെ അറ്റാച്ച് ചെയ്യാം. ഇനി അസൈൻ കൊടുത്തോളൂ, ഏറ്റവും മുകളിലെ ബ്ലൂ. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? കണ്ടോ, ഇടയ്ക്കൊരു പ്രശ്നമുണ്ട്. വന്നത് കണ്ടോ? ഇപ്പോൾ പിന്നെ മാമ കൊടുത്തിട്ടുള്ള അസൈൻമെന്റ് ആണ് ഈ വന്നേക്കണേ. അപ്പം കുട്ടിക്ക് നോക്കുമ്പോൾ മനസ്സിലായി, ഓക്കെ സ്വരാക്ഷരങ്ങളിലുള്ള എന്തോ ഒരു സംഭവമാണ്. കുട്ടി എന്ത് ചെയ്യും, അവിടെ ക്ലിക്ക് ചെയ്യും. ആ സ്വരാക്ഷരങ്ങൾ എന്നുള്ളിടത്ത് നമുക്ക് കാണാം, ഓരോരുത്തരും ചെയ്തത് നമുക്ക് അസൈൻ ചെയ്ത് കൊടുത്ത കുട്ടികൾ നമ്മളവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആരൊക്കെ തന്നു ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ കാണാം. റിവ്യൂ വർക്ക് എന്ന് പറഞ്ഞ് തരും. ഇപ്പോൾ അവിടെ ഒന്നും കാണില്ല, കാരണം കുട്ടികളൊന്നും ഇല്ലല്ലോ. ഇങ്ങനെയാണ്, കുട്ടികളില്ലാത്തതുകൊണ്ട്. ഇപ്പൊ ഒന്നും കാണില്ല. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ അസൈൻമെന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരിക. ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, പ്രോജക്റ്റും ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ഓരോ യൂണിറ്റ് എൻഡിലും പ്രോജക്ട്സ് ഉണ്ടാവും. പ്രോജക്ട്സും നമ്മൾ എന്തിങ്ങനെ തന്നെ ചെയ്യുക, ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക. ഇതേപോലെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ യൂണിറ്റ് 1 അസൈൻമെന്റ് താഴെ ഈ ഒരെണ്ണം ആയിരിക്കില്ല, ഇതൊരു യൂണിറ്റ് അല്ലേ, അതിനകത്ത് ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ആ ചാപ്റ്ററിനൊക്കെ നമ്മൾ അസൈൻമെന്റ് കൊടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ താഴെ ഇതേപോലെ തന്നെയാണ് കൊടുക്കുക. അന്നേരം നമ്മൾ ഇനി ക്രിയേറ്റ് ടോപ്പിക് കൊടുക്കണ്ട.
കാരണം ഓൾറെഡി നമ്മൾ ഓക്കെ. ടോപ്പിക് അവിടെ ക്രിയേറ്റ് ചെയ്യണല്ലോ. അപ്പം നമുക്ക് ആ ഉള്ള ക്രിയേറ്റ് ചെയ്ത്. ടോപ്പിക്കിനെ വെച്ചിട്ട് ചെയ്താൽ മതി. നമുക്ക് താഴെ ഇതിങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും കേട്ടോ. അത് താഴെ വന്നോളും. പിന്നെ വേറൊരു കാര്യം പ്രോജക്റ്റിന് ഇനി നമ്മൾ മെറ്റീരിയൽ എങ്ങനെ അപ്ലോഡ് ചെയ്യാം എന്നുള്ളത്. ആ ക്രിയേറ്റീവിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. ആ, താഴെ കണ്ടോ മെറ്റീരിയൽ? മെറ്റീരിയൽ. ആ, ഇങ്ങനെയാണ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ. അത് നമ്മൾ സ്ലൈഡ് വെച്ചിട്ടല്ലേ ക്ലാസ് എടുക്കുക. സ്ലൈഡ് വെച്ച് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഈ സ്ലൈഡ് നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഇതേപോലെ ഇതിനകത്തേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പം അങ്ങനെ കൊടുക്കണം ആഡ് എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ തന്നെ ടൈറ്റിൽ നിന്നുള്ളടത്ത് നമുക്ക് സ്ലൈഡ്സ് എന്ന് കൊടുത്താൽ മതി. അവിടെ നമുക്ക് ഡിസ്ക്രിപ്ഷനും ഇൻസ്ട്രക്ഷനും ഒന്നും ആവശ്യമില്ല. ടൈറ്റിൽ നിന്നുള്ളടത്ത് സ്ലൈഡ്സ് എന്ന് മാത്രം കൊടുക്കുക. അപ്ലോഡ് കണ്ടോ? അപ്ലോഡ് നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പം ഡ്രൈവിലേക്ക് പോകും. ഡ്രൈവിലല്ലേ നമ്മുടെ എല്ലാ സ്ലൈഡ്സും കിടക്കുക, ഡ്രൈവിലായിരിക്കും. ഓക്കെ, എന്നിട്ട് മാം ഈ അപ്ലോഡ് അല്ലേ ഈ ആ കിടക്കുന്നല്ലേ അതന്നെ. ഇതല്ലേ? സ്ലൈഡ്സ് ഉണ്ടോ? പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടോ സ്ലൈഡ്സ്? പ്രിപ്പയർ ചെയ്തില്ല. സ്ലൈഡ്സ് ആഡ് ചെയ്യുന്ന എങ്ങനെയൊക്കെയാണെന്ന് ഇന്നലെ പഠിച്ചു. കാരണം ഞങ്ങൾ ഓക്കെ ഏത് ക്ലാസ് ആണെന്ന് അറിയില്ലാത്തതുകൊണ്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല എങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ അതൊക്കെ അറിയാലോ അല്ലേ? ഇനി ചെയ്തു വരുമ്പോൾ അത് റെഡി ആയിക്കോളും. ഓക്കെ, മെറ്റീരിയൽ, അസൈൻമെന്റ്, പ്രോജക്റ്റ്, ഇത് മൂന്നുമാണ് കാര്യം. പിന്നെ ടേം എക്സാംസും യൂണിറ്റ് എക്സാംസും ഇതൊക്കെ നമ്മൾ ഇതിൽ തന്നെ ആയിരിക്കും ചെയ്യുക. ഓക്കെ, ഓക്കെ മാം, ഇതൊക്കെ ഒരു നമ്മൾ ഡൗട്ട്, ഒരു കാര്യം ചോദിക്കും. അപ്പൊ നമ്മൾ ഈ മെറ്റീരിയലിലാണ് സ്ലൈഡ്സ് ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ക്ലാസ് എടുക്കുമ്പോൾ ആഡ് ചെയ്യുന്ന സ്ലൈഡ്സ് നമ്മൾ ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നെയല്ലേ ക്ലാസ്സിൽ കാണിക്കുന്നത്? അപ്പൊ അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? നമ്മൾ എടുക്കുന്ന സ്ലൈഡ്സ് ഉണ്ടല്ലോ, ഡ്രൈവിലേക്ക് പോവോ? ബാക്ക് അടിക്കോ? ഓക്കെ, അതിൽ ഓക്കെ, കോപ്പി ഓഫ് സ്ലൈഡ് ടെംപ്ലേറ്റ് ഒന്ന് എടുക്കുമോ? നെറ്റ് സ്റ്റേബിൾ ആയിരിക്കണം കേട്ടോ. നല്ല വൈഫൈയും കാര്യങ്ങളൊക്കെ വേണേ, ഇല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ഇതിപ്പോൾ നമ്മുടെ സ്ലൈഡിൻ്റെ ഒരു എന്താ പറയുക, ഒരു മോഡലാണല്ലോ. ഇതിനകത്തായിരിക്കും ഇതിന് നമുക്ക് സ്ലൈഡ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവിടെ കിടക്കുന്നുണ്ട്. കഴിഞ്ഞ ഇത് ദിവസം ഈ ഒരു ആഡ് ചെയ്ത് നോക്കി. ഈ ഒരു സ്ലൈഡിലായിരിക്കും ഈ ഒരു സ്ലൈഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയലായിട്ട് അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം പിന്നെ അവർ നമ്മുടെ ക്ലാസ്സിനടുത്ത് കാണില്ല. ഈ ഒരു സ്ലൈഡ് വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുള്ളൂ, കാണുള്ളൂ. അപ്പം അതിനാണ് നമ്മൾ ഒരു യൂണിറ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ കഴിയുമ്പോൾ കഴിയുന്നതോട് കൂടി നമ്മൾ എന്ത് ചെയ്യും, മെറ്റീരിയൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാവരും പഠിച്ചോളണമെന്നൊന്നുമില്ല, എന്നാലും അവർക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അവർക്ക് നോക്കാൻ വേണ്ടി. അതാണ് ആ സ്ലൈഡിൻ്റെ ഇതേ സെയിം സ്ലൈഡ് തന്നെയാണ് നമ്മൾ അവിടെയും കൊണ്ടുപോയിട്ട് അപ്ലോഡ് ചെയ്യുക. കാരണം ഈ സ്ലൈഡിലേക്ക് കുട്ടികൾക്ക് ആക്സസ് ഇല്ല. ഇത് നമ്മൾ ടീച്ചേഴ്സ് മാത്രം നോക്കുന്ന സ്ലൈഡ് ആയിരിക്കും. ഈ ഒരു ഏരിയ നമ്മുടെ ഡ്രൈവും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ആകെ ആക്സസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നേരത്തെ കാണിച്ചു തന്ന അസൈൻമെൻറ്റ്. അത് അവർ കാണുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, വേറെ രീതിയിലാണ് അവരുടെ പിന്നെ അതിൻ്റെ ഒരു സ്ട്രീം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മൾ കാണുന്ന രീതിയിലല്ല അവർ കാണാം. പിന്നെന്താ, റെക്കോർഡിങ് നിങ്ങൾക്ക് ഗൂഗിൾ റെക്കോർഡിംഗ് അല്ലേ പറഞ്ഞേക്കുന്നത് അല്ലേ? ഗൂഗിൾ മീറ്റിലെ റെക്കോർഡിംഗ് തന്നെയല്ലേ? അതെ അതെ. ഓക്കെ, Google അറിയാ Meet ല്. എവിടെയാണെന്ന് അറിഞ്ഞൂടെ എങ്ങനെയാ റെക്കോർഡിങ് ചെയ്യുന്നതെന്നുള്ളത്? അറിയാം, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ലല്ലോ. മാം ക്ലാസ് ഇപ്പൊ എടുക്കുമ്പോ ആ ചെയ്തോളൂ, ഇപ്പൊ റെക്കോർഡിംഗ് ചെയ്തോളൂ. ഇപ്പൊ നമ്മൾ എടുക്കുന്നത് ചെയ്തു നോക്കൂ. മാം കണ്ട റെക്കോർഡിംഗ് അവൈലബിൾ എന്നാണ് കാണിക്കുന്നത്. ഓ, യു ആർ നോട്ട് അലൗഡ് ടു ദിസ് വീഡിയോ കോൾ. റീസൺ എന്തെങ്കിലും ചോദിച്ചിരുന്നോ? ഇന്നലെ ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും കേട്ടോ, എന്താണെന്നുള്ളത്.
അല്ല കാരണം നമുക്കിപ്പോ അതിനുള്ള അവിടുന്ന് ഇതില്ലാന്ന് ക്ലാസ് പറഞ്ഞു, പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞല്ലോ. ഓ അതുകൊണ്ടാണോ? ഓക്കെ ഓക്കെ. അത് ജസ്റ്റ് ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് എന്നുള്ളൊരു റെഡ് കളറിൽ കാണാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ, അതുപോലെ പിന്നെന്താ പ്രസന്റേഷൻ അല്ലെ? പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്യുന്ന കാര്യമോ അത് ഇന്നലെ അത് പറഞ്ഞു. പറഞ്ഞു. ചെയ്ത് നോക്കൂ. ഒന്ന് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ നമ്മൾ പഠിക്കുള്ളൂ കേട്ടോ. മാം അതില് എന്റെ ഇതില് സെറ്റിംഗ്സിൽ ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഇതിലിങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോ അതിലങ്ങനെ ഓപ്ഷൻസ് വരും എന്നാണ് പറഞ്ഞത്. എന്റെ ഇതിലങ്ങനെ വരുന്നുണ്ടായിരുന്നില്ല. മറ്റേ മൾട്ടി ടാസ്കിങ് ചെയ്തിട്ടും ഓക്കെ ആവുന്നുണ്ടായിരുന്നില്ല. ഓ അവിടെ ഒന്നും വരുന്നില്ലേ ക്ലിക്ക് ചെയ്യുമ്പോൾ? ഒറ്റ ഒരു ഇതിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഓപ്ഷൻസ് ആയിട്ട് കാണിക്കുന്നില്ല അതിൽ. സ്പ്ലിറ്റ് സ്ക്രീൻ ഇല്ല. ഇങ്ങനെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഇങ്ങനെ മാത്രമേ കാണിക്കുന്നുള്ളൂ. അവിടെ അവിടെ ജസ്റ്റ് കഴ്സർ കൊണ്ടുവച്ചാൽ തന്നെ ഒരുപാട് സ്ക്രീനുകൾ കാണിക്കും. അങ്ങനെ കാണിക്കുന്നില്ല അല്ലേ? ഇല്ല, അങ്ങനെ കാണിക്കുന്നില്ല. അത് ഇപ്പൊ സെറ്റിംഗ്സിൽ എന്തോ ഓക്കെ ആക്കണം, അതങ്ങനെ ചെയ്തിട്ടും അത് ഓക്കെ ആയി വന്നില്ല. ആണോ? മിക്കവാറും എന്താ പറയാ, ലാപ്ടോപ്പ് നന്നാക്കുന്ന ആള് അവരെ കൊണ്ടുപോയി ജസ്റ്റ് ആ ഒരു സെറ്റിങ്സിന്റെ ചെയ്യേണ്ടി വരും. ചെയ്യേണ്ടി വരും. ഓക്കെ. എവിടെയാ നാടൊക്കെ? ഷൈന മാമിന്റെ? ഞാൻ എറണാകുളമാണ്. ഉം. കറക്റ്റ് മൂവാറ്റുപുഴ. ഓ ലിയ മാമിന്റെ അടുത്തല്ലേ? പരിചയപ്പെട്ടിട്ടില്ല ആരെ, ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ. നെയ്മ മാമോ? ഞാൻ വടകര, കാലിക്കറ്റ്. വടകര. ഞങ്ങൾക്കൊരാളുണ്ട് വടകരയെന്ന്, അഭിരാമി. ആ ക്ലാസ് എടുത്തിരുന്നു. മാമിന്റെ എവിടെയാ സ്ഥലം? ഞാനിവിടെ കാക്കഞ്ചേരി കിൻഫ്രണ്ട് അടുത്ത് തന്നെ, കൊണ്ടോട്ടി എന്ന് പറയും. വലിയ അടുത്താ. ഇനി നിങ്ങൾക്ക് 2 ദിവസം പഠിപ്പിച്ചതിൽ എന്തൊക്കെയാ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മുടെ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ മെയിൻ. ക്ലാസ് റെക്കോർഡ് ചെയ്യുക, സ്ലൈഡ് കറക്റ്റായിട്ട് പിന്നെ പ്രിപ്പയർ ചെയ്യുക. നമ്മൾ സ്ലൈഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അതുപോലെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് അതിലേക്ക് ഇടില്ല, അല്ലെങ്കിൽ സ്നിപ്പ് ചെയ്തിടില്ല. പകരം നമ്മൾ അതിന് നമ്മൾ നമ്മുടേതായ രീതിയിൽ ക്രിയേറ്റീവായിട്ട് മാറ്റുക ചെയ്യുക. കുട്ടികൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും നമുക്ക് അങ്ങനെ അങ്ങ് എടുത്തിട്ട് അത് അറിയോ എങ്ങനെയാണ് സ്നിപ്പ് ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞായിരുന്നോ? ഇന്നലെ പറഞ്ഞു. പറഞ്ഞു മാം, അറിയാലോ. പക്ഷെ ഒന്നും കൂടെ എനിക്ക് ഒന്നും കൂടെ ഒരു ഡൗട്ട് ഉണ്ടെന്ന് കാണിച്ചത്. ഇന്നലെ അങ്ങനെ എന്തൊരു മിസ്റ്റേക്ക് ആ സെർച്ച് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. സെർച്ച് ബട്ടൺ ഇതല്ലേ? ആ ഒരു താഴെ കണ്ടോ? താഴെ. അവിടെ സെർച്ച് ഇതല്ലേ? ചെയ്തോളൂ. താഴെ സ്നിപ്പിംഗ് സ്നിപ്പ് ബട്ടൺ അങ്ങനെ എന്തോന്നാണ് അതിന്റെ പേര്. ജസ്റ്റ് അതൊന്ന് അതാ സ്നിപ്പിംഗ് താഴെ കണ്ടോ? സ്നിപ്പിംഗ് ടൂൾ അത് തന്നെ. എന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം, അങ്ങനെയല്ലേ? ജസ്റ്റ് സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ ഇതിലേക്ക് വരും. അപ്പോൾ നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ തന്നെ അത് അവിടെ ഉണ്ടാവും. നിങ്ങൾ എന്തായാലും ഓഫീസിലേക്കൊക്കെ വരുമല്ലോ, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിന്റെ ഒരു പ്രശ്നം, ചെയ്യാത്തതിന്റെ പ്രശ്നമുണ്ട്. ഉം. 2 എല്ലാം 3 ഒന്ന് ക്ലാസ്സുകൾ ഇങ്ങനെ പറഞ്ഞു തന്നു. എല്ലാം നമ്മൾ എന്ത് ചെയ്യാന്ന് അറിയോ, നമ്മൾ തന്നെ സ്വയം ഇങ്ങനെ റിസർച്ച് ചെയ്ത് പോവുക. അപ്പം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ തന്നെ ഉള്ളിലോട്ട് ഇപ്പം സ്നിപ്പിംഗ് ടൂൾ ഇതെങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ ആവും. അപ്പം നമ്മൾ തന്നെ കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് പഠിക്കും. ചെയ്ത് ശീലമാകുമ്പോൾ. ഓക്കെ. അപ്പം അങ്ങനെ തന്നെ നമ്മളായിട്ട് അങ്ങ് റിസർച്ച് ചെയ്ത് പോയാൽ മതി. സോ സ്നിപ്പിംഗ് ടൂൾ എടുത്തു കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി എൻറ്റയർലി നമ്മൾ സ്ലൈഡിലേക്ക് സ്നിപ്പ് ചെയ്യാറില്ല കേട്ടോ. പിക്ചേഴ്സൊക്കെ നമുക്ക് അങ്ങനെ സ്നിപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു മാച്ച് ദ ഫോളോയിങ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതേപോലെ സ്നിപ്പ് ചെയ്തെടുക്കാണ്ട് നമുക്കിപ്പോൾ സ്ലൈഡിൽ ബോക്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, 2 ബോക്സുകളൊക്കെ ആക്കിയിട്ട് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്ലൈഡ് പ്രിപ്പയർ കൊടുക്കാം. ചെയ്യാം. എപ്പോഴും സ്ലൈഡ് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. സ്ലൈഡ് പ്രിപ്പറേഷനോ
അതുപോലെ റെക്കോർഡിങ്, പിന്നെ സ്ക്രീൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഗൂഗിൾ മീറ്റ് നമുക്ക് കുറച്ച് മതി. മാക്സിമം അതിനെ വലിച്ച് ചെറുതാക്കാം. നമ്മുടെ സ്ലൈഡാണ് ഏറ്റവും അത്യാവശ്യം വലുതായിട്ട് കാണേണ്ടത്. വലുതായിട്ട്. ഉം. എന്നിട്ട് സ്ലൈഡ് എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? അൺപിൻ ചെയ്യണം. അൺപിൻ ചെയ്യാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ഇന്നലെ? അൺപിൻ ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇതേ ഇപ്പം നമ്മൾ കാണുന്ന പോലെ വൃത്തിയിൽ കാണാം. മറ്റേതെന്താ വെച്ചാൽ നമ്മുടെ സ്ക്രീന് ആ ഒരു പ്രസൻറ്റേഷൻ കുറച്ച് വലുതായിട്ടും ബാക്കി നമ്മളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാണാം. അപ്പോൾ അത് അൺപിൻ ചെയ്ത് വെച്ചാൽ കറക്റ്റായിട്ട് ചെറുതായിട്ട് തന്നെ അവിടെ കാണാം. ഓക്കെ. പിന്നെ ദെൻ വാട്ട്? നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജ് ഇംഗ്ലീഷ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതോ നിങ്ങൾക്ക് മലയാളത്തിൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ? എന്താ പറഞ്ഞേ? മലയാളം എന്നാണ് പറഞ്ഞത്. ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് അങ്ങനെ തന്നെയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഉം. അതെ. എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോന്ന് അറിയില്ല, അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. ഇനി എന്താ വേണ്ടേ? എന്തെങ്കിലും ഡൗട്ട്സ് ഇന്നലെ പഠിച്ച കാര്യത്തിലോ മറ്റോ? വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തോളൂ. ഞാൻ കാണിച്ചു തരാം നമ്മുടെ എന്താ പറയുക സ്ലൈഡ്സും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ.